സുന്ദരി പെണ്ണേ സുന്ദരി പെണ്ണേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇവിടെ എന്റെ കോമ്പാക്ട് എന്തിയേ? അവിടെ കാണാം, നോക്ക്. എന്റെ ഐബ്രോ പെൻസിലോ? അവിടെ നോക്കുന്നേ, നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ, നമ്മളൊക്കെ പാവപ്പെട്ട ആൾക്കാര്. മേക്കപ്പ് മാൻ. ഞാൻ സ്ഥിരം എടുത്ത ലിപ്സ്റ്റിക് എന്തിയേ? അത് എംഡിയുടെ നെറ്റിക്ക് കാണും. അല്ല, എംഡിയുടെ പെട്ടിക്കകത്തുണ്ടായിരുന്നു, അവിടെ ഞാൻ നോക്ക്. എന്റെ ലിപ് ഗ്ലോസോ? ലിപ് ഗ്ലോസ് ഇന്നലെ ആരും തിരക്കണം, ഒന്ന് എന്തെങ്കിലും ചെയ്യ്. ഇതെല്ലാം ഞാൻ നോക്കി എടുക്കാനാണ് താനെന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഇതൊക്കെ പിന്നെ ഞാൻ തന്നെ അങ്ങോട്ട് നോക്കി തന്നെ, ഞാൻ നോക്കി തരൂല്ലേ, മേഡം ഇത് നോക്കൂ, കണ്ടോ അവിടെ കാണും. ഗുഡ് മോർണിംഗ് സർ. വെരി ഗുഡ് മോർണിംഗ് സുനന്ദു. മുത്തിന്ന് പതിവിലും നേരത്തെയാണല്ലോ വന്നിരിക്കുന്നത്, എന്ത് പറ്റി? വീട്ടിൽ അമ്മായിമ്മ വന്നു, അതുകൊണ്ട് ഞാൻ നേരത്തെ അപ്പൊ ഇന്ന് വീട്ടിൽ വല്ല ഫ്ലാഷ് ന്യൂസ് നടന്ന് കാണും. ഫ്ലാഷ് ന്യൂസ് നടക്കാതിരിക്കാനാ ഇങ്ങ് പോകുന്നത്. എന്തോ ബാഡ് സ്മെൽ ഉണ്ടെന്ന് നോക്കണം, അതുകൊണ്ടാണ്. അയ്യോ, അങ്ങനെ ചെയ്തല്ല, ഞാൻ ചിരിച്ചതാണ്. മിസ്റ്റർ സുനന്ദു, എന്തോ മുത്ത് വാർത്ത വായിക്കുമ്പോൾ അല്ലറ ചില്ലറ അക്ഷരത്തെറ്റുകൾ വരുന്നു എന്ന് ചില അപഖ്യാതികൾ. അയ്യോ സാർ, അയ്യോ എന്നെ പറഞ്ഞു വിടരുത്. ഞാൻ ചെയ്യുമോ മുത്തു? വാട്സാപ്പിൽ വരുന്ന ഓരോരോ ക്ലിപ്പുകളെ എന്റെ മുന്നി നമുക്കത് ശരിയാക്കാമല്ലോ. മുത്തു, എന്തോ ഇന്ന് വായിക്കാനുള്ള വാർത്ത ഞാൻ ഇന്നലെ എഴുതി തന്നിരുന്നല്ലോ, അത് പഠിച്ചോ മുത്തു? പഠിച്ചോന്നോ? ഞാൻ എഴുതിയാ പഠിച്ചത്. ആണോ? എങ്കിലൊന്ന് വായിച്ചേ, ഞാനൊന്ന് കേക്കട്ടെ. നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇന്നലെ നടന്ന ഗംഭീര ഹർത്താലിൽ KSRTC ബസ് സമരക്കാരെ തടഞ്ഞു. അയ്യോ, എങ്ങനെ? ഇന്നലെ നടന്ന ഗംഭീര ഹർത്താലിൽ മുത്തു, ഈ ഹർത്താലും ഗംഭീരവും തമ്മിൽ മാച്ചാവില്ല. ഞാൻ കയ്യിൽ നിട്ടതാ. മുത്തു, കയ്യിൽ നിന്നൊന്നും വിടണ്ട, ഗംഭീരം വേണ്ട, ഹർത്താൽ മാതെ. ഇന്നലെ നടന്ന ഹർത്താലിൽ KSRTC ബസ് സമരക്കാരെ തടഞ്ഞു. മുത്തു, സമരക്കാർ KSRTC ബസ് തടഞ്ഞു എന്നല്ലേ? അയ്യോ, അങ്ങനെ വായിക്കൂ. അടുത്തത് ഞാൻ എന്തായാലും കിടക്കണം. ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാനുള്ള നടയടി തുടങ്ങി. എന്തോ നടയടിയല്ല, നടപടി. പൊന്നെ സാറേ, പണി അറിയാവുന്ന ആരെങ്കിലും പണിക്ക് വയ്ക്കേട്ടാ. എന്നാ പിന്നെ മേക്കപ്പ് മാനെ ഞാൻ വേറെ ആളെ നോക്കേണ്ടി വരും. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഞാനത് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ഇവിടെ തനിക്കറിയാവോ, ഞങ്ങൾ വാർത്ത വായിക്കുമ്പോ ഞങ്ങൾ തമ്മിൽ നല്ല കെമിസ്ട്രിയാണെന്നാണ് പ്രേക്ഷകരുടെ ഒരു പക്ഷം. ഫിസിക്സും ബയോളജിയും ഒക്കെ വാട്സാപ്പിൽ വരായിരുന്നാ മതി. അയ്യോ, മുത്ത് പേടിച്ചോ? അയ്യോ, മുത്ത് പേടിച്ചോളാന്നല്ല പറഞ്ഞത്, അവൻ പറയുന്നത് കേട്ട് മുത്ത് പേടിച്ചോന്നാ ചോദിച്ചത്. എന്നാ വേണ്ട, ആണ്ട കണ്ടില്ലയോ, ഇതുപോലുള്ള മഹാരഥന്മാരെയും രതികളെയും ചേർത്തുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും ഒരു സംശയമുണ്ട്, എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ചാനലിന് നാടോടി വിഷൻ ചാനൽ എന്ന് പേരിട്ടിരിക്കുന്നത്? അത് മറ്റൊന്നും കൊണ്ടല്ല, ഞങ്ങൾ ഈ നാട്ടിൽ നടക്കുന്ന മുഴുവൻ വാർത്തകളും ഓടി നടന്ന് കവർ ചെയ്താണ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. അതുകൊണ്ട് നാട്ടുകാർ ഞങ്ങൾക്ക് സ്നേഹപൂർവ്വം ഇട്ടിരിക്കുന്ന പേരാ നാടോടി വിഷൻ. സാറേ, എന്താണ്? ഒരു ഫ്ലാഷ് ന്യൂസ് ഇട്ടിട്ടുണ്ട്. അത് ഫ്ലാഷ് ന്യൂസ് അല്ലല്ലോ, അത് ഹാപ്പി ന്യൂസ് അല്ലേ സാറേ? സാറേ, ഇതല്ല, ഇതിനേക്കാൾ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ന്യൂസ് കിട്ടിയിട്ടുണ്ട്. എന്റെ പൊന്നു സഹോദര, ഇന്ന് രാവിലെ രാജീവ് ഗാന്ധി മരിച്ചു എന്നുള്ള ന്യൂസ് ആണെങ്കിൽ അത് കേൾക്കാനുള്ള ത്രാണി എനിക്കില്ല. സാറേ, ഇത് ആ വാർത്തയൊന്നുമല്ല സാറേ, പിന്നെ ഏത് വാർത്ത? ഞെട്ടിക്കുന്ന വാർത്ത. ഇന്ന് രാവിലെ ഞെട്ടിച്ചവരായിരിക്കും. അല്ല സാറേ, ഇത് ഒറിജിനൽ വാർത്തയാണ്. സിജു രാധാകൃഷ്ണനും ഹരിത നായരും തമ്മിലുള്ള CD നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് എവിടെ? ഇപ്പൊ എന്റെ കയ്യിലില്ല. എടാ, ആന കൊടുത്താലും ആശ കൊടുക്കരുത്. സാർ, CD എന്റെ കയ്യിലില്ലെങ്കിലും അത് കിട്ടിയ ഒരാളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അയാൾ പുറത്ത് പോയി, ഞാൻ വിളിക്കട്ടെ അങ്ങോട്ട്. അയ്യോ, അങ്ങനൊന്നും വിളിക്കാൻ പറ്റില്ല. എന്ത്? അദ്ദേഹം ഇന്നത്തെ നമ്മുടെ അതിഥിയാണ്. അതുകൊണ്ട് എല്ലാ ആദരവോടും വേണം അദ്ദേഹത്തെ ഇങ്ങോട്ട് സ്വീകരിച്ചാനയിക്കാൻ. അത് മാത്രമല്ല, പിന്നെ ആരാജ വെടി വരെ മുഴക്കണം. എന്താ സാറേ? ആചാര വെടി മുഴക്കണമെന്ന്. മുഴക്കണോ? മുഴുക്കണം. നീ എന്നെ കൂടുതലിട്ട് കുഴപ്പിക്കാതെ അങ്ങോട്ടൊന്ന് നടക്കാമോ? കുഴക്കണോ? അതൊക്കെ നമുക്ക് അവിടെ ചെന്ന് കുഴക്കാം.
മുറ്റത്ത് വന്ന് പെട്രോൾ മാക്സിൻ താങ്ങി പിടിച്ചോണ്ട് നിൽക്കുന്ന പോലെ നിൽക്കാതെ അതെടുത്ത് വെച്ചൊന്ന് പ്രയോഗിക്കണമെന്ന്. എടോ നിങ്ങൾ പിറകിലല്ലേ നടക്കണേ, ഞാൻ നിങ്ങളെ മുഴുവൻ ഷൂട്ട് ചെയ്യണ്ടല്ലോ. പുറകിലോ? ആ ഞങ്ങൾ നിൽക്കുന്ന പുറകിലാണോ അതിന്റെ? ആണോ? ഇപ്പൊ റെഡി ആയില്ലേ? അയ്യോ എന്റെ ലോക പരാജയമേ, ഇയാളൊരു ലോക പരാജയമേ. എന്റെ പരാജയത്തിന്റെ പടുകുഴി എന്നാ ഒരു കുഴി പോയി കിടക്കുന്നത്. ഇവിടെ വെച്ചാണോ ഇതൊക്കെ ചെയ്തത്? എന്റെ മുത്ത് മാത്രം ഇവിടെ നിന്നിട്ട് ബാക്കി എല്ലാരും ഒന്ന് പൊക്കെ 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 പോന്നില്ലേ? മുത്ത് ഇവിടെ നിൽക്കാൻ പറഞ്ഞു. നീ മുത്തല്ലല്ലോ, നീ എന്റെ സ്വത്തല്ലേ. ഇന്നത്തെ എന്റെ മുത്ത് ദേ ഇതാണ്. സതീശ തിന്നാന്റെ ബാക്കിയൊക്കെയാണ് എനിക്ക് കൊണ്ട് തരുന്നത്. എന്റെ മുത്തിനെ ഒന്ന് നല്ലപോലെ ഒന്ന് ടച്ചപ്പ് ചെയ്ത്. എടാ അത് പപ്സല്ലയോ അത്? ആ ഫോണിന്റെ അടുത്ത് വെച്ച് ടച്ച് ചെയ്യാൻ. എന്നടാ അലക്കല്ലാണോ തുണി ഇട്ട് തല്ലി പൊട്ടിക്കാൻ? നല്ലപോലെ വേണം മുത്തിന് ക്ഷീണം മാറരുത്, നല്ല ഗ്ലാമർ ആയിരിക്കണം. നേരെ നിക്കേ, നേരെ നിക്കേ. സൂപ്പർ ആയിട്ടുണ്ട്. അല്ല സാറേ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്ത്? എന്നെ ഇതിന് മാത്രം ആദരിച്ച് ഇങ്ങനെ ആനയിച്ച് കൊണ്ടുവരാൻ വേണ്ടിട്ട് ഈ സിഡിക്ക് അത്ര വലിയ പ്രാധാന്യമുണ്ടോ? ഉണ്ടോന്നു? നമ്മുടെ കിഴക്കുംപോലെ പഞ്ചായത്ത് പ്രസിഡന്റിനകത്തുണ്ടോ? ഉണ്ട്. അത് മതി, ഇനി ഒന്നും പറയണ്ട, ബാക്കിയെല്ലാം ഞങ്ങൾ പറഞ്ഞോളാം. ആണോ? നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ഈ പഞ്ചായത്തിനെ ഞെട്ടിക്കുന്ന ഒരു ന്യൂസാണ് ന്യൂസ് അവറിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. സിജു രാധാകൃഷ്ണനും ഹരിനാഥ് നായരും അടങ്ങിയ സിഡിയിൽ കിഴക്കുംപുല പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെട്ടിരിക്കുന്നു. അച്ഛന്റെ ചുന്ദരി കുട്ടികൾ ഇവിടെ ഇരുന്ന് കളിച്ചാ? ബിസ്ക്കറ്റ് ആണോ തിന്നുന്നത്? വേറെ ഒന്നും അമ്മ തിന്നാൻ തന്നില്ലേ? ഇല്ലേ? അയ്യോ, എന്നിട്ട് അവളെന്തിയേ? പാത്രം കഴുകുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ ഉണക്ക ബിസ്ക്കറ്റ് എന്ന് വെച്ചാൽ അവൾ അകത്തിരുന്ന് പാത്രം കഴുകാണല്ലേ? അച്ഛൻ വന്നിട്ട് ചോദിക്കാം കേട്ടോ. അമ്മയുടെ മുത്തിന് ഉറക്കം വരുന്നുണ്ടോ ചക്കരേ? ആരാണിപ്പോ? ഹലോ, ചേട്ടൻ്റെയോ? എപ്പം? സത്യമാണോ? ഞാനിപ്പോൾ അങ്ങോട്ട് തിരിച്ചു വിളിക്കാവേ. ആ ശരി. അവളിങ്ങോട്ട് വരട്ടെ. അവളെ വെട്ടത്ത് ചോറ് കൊടുത്ത് അച്ഛൻ നീരിട്ടെത്തി കിടത്തും. മോളെ ചവിട്ടിക്കേ, ചവിട്ട്. ആ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? എടി, ഈ പിള്ളേർക്ക് ഈ ബിസ്ക്കറ്റ് കൊടുക്കാതെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണ്ടേ നീ? സ്പെഷ്യൽ ആയിട്ട് ഇന്ന് ഇവിടെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ആണോ? എന്നാ പെട്ടെന്ന് എടുത്തു പോയി, ഞങ്ങൾക്ക് വിശക്കുന്നു. നിങ്ങളെ ആദ്യം ആ ടിവിയിൽ ന്യൂസ് ചാനൽ ഒന്ന് വെച്ചേ. എന്നതാ? ടിവിയിൽ ന്യൂസ് ചാനൽ ഒന്ന് വെക്കാൻ. ന്യൂസ് ചാനൽ വെക്കാൻ? എടി, നീ ഈ ടിവിക്കകത്ത് വരുന്ന ചാണാപ്പുളി സീരിയൽ അല്ലാതെ ഇതുവരെ ന്യൂസ് കണ്ടിട്ടുണ്ടോ? ഇന്ന് തന്നെ ഒരു പ്രത്യേക ന്യൂസ് കാണല്ലേ? ഞാൻ ഇന്ന് തൊട്ട് ന്യൂസ് ചാനൽ കാണാൻ തുടങ്ങി. എടി, നീ കാര്യം എന്നാന്ന് പറ. നിങ്ങൾ വലിയ വാചകമൊന്നും അടിക്കണ്ട. ടിവിയിൽ ന്യൂസ് ചാനൽ വെക്കാൻ. എന്നാത്തിന്? നിങ്ങളെ ടിവിയിൽ കാണിക്കുന്നുണ്ടെന്ന്. ആ, എന്നെയോ? ആ, ടിവിക്കകത്തോ? ആണോ? ആ, ഓ, ചിലപ്പോ ഞാൻ രാവിലെ നമ്മുടെ ജംഗ്ഷനിലെ കാണ ഒന്ന് വൃത്തിയാക്കിയായിരുന്നു. അതേതോ സിറ്റി ചാനലുകാർ വന്ന് ഷൂട്ട് ചെയ്ത് എടുത്തോണ്ട് പോയി. ചിലപ്പോ അതായിരിക്കും കാണിക്കുന്നത്. കാണയാണോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. നിങ്ങൾ ആദ്യം ടി വി വെക്ക്. നിങ്ങളൊന്നും തുള്ളല്ലേ? ആ റിമോട്ട് ഇങ്ങോട്ട് എടുത്തേ. റിമോട്ട് എവിടെ? എന്തിയാ റിമോട്ട്? എന്റെ അടുത്താണ് ചോദിക്കുന്നത്. കവലേന്ന് പിന്നെ എന്നോടാണ് ചോദിക്കുന്നത്. പിന്നെ നീയല്ലേ കുടുംബം നോക്കുന്നത്? റിമോട്ട് എവിടെ വെച്ചടി? ആ, അതിലെ പറ്റി എന്റെ താഴെ ഉള്ളതിനോട് ചോദിക്കാൻ. അവിടെ എവിടെയെങ്കിലൊക്കെ നോക്ക് മനുഷ്യ. എടി, നീയൊന്ന് തപ്പടിയാ. കിടക്കുന്നു. ആ, ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഈ റിമോട്ടൊക്കെ ഈ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ കൊടുക്കരുത്. അതല്ലേ നിങ്ങൾ അവിടെ കൊണ്ട് ഇട്ടത്? ഓളോട് ന്യൂസ് ആണ്ടത് അങ്ങനെയായി. ഈ കോപ്പി എപ്പോഴും അത് ഇതിന്റെ ബാറ്ററി എടുത്ത് ക്ലോക്കിന്റെ അകത്ത് പല പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുള്ള. ഞാനാണോ ഇട്ടത്? പിന്നെ ഞാനാണോ ഇട്ടത്? പണ്ടാരവടങ്ങാൻ അത്യാവശ്യത്തിന് ഇതൊന്നും നിങ്ങളുടെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഈ പഞ്ചായത്ത് പ്രസിഡന്റ് തന്റെ സ്ഥാനം രാജിവെച്ച്
ഇതാണോ മനുഷ്യ നിങ്ങൾ വൃത്തിയാക്കാൻ പോയ കാണാ? എനിക്കൊന്നും അറിയല്ലേ, ഇതെന്തോ ചതി നടന്നിട്ടുണ്ട്. വെറുതെ കള്ളം പറയരുത്. അയ്യോ, എന്നെയാണ് നമ്മുടെ ഈ 2 കുഞ്ഞുങ്ങളാണ് സത്യം, എനിക്കൊന്നും അറിയില്ല. എല്ലാരും ഇങ്ങനെ തന്നെയാ, ആദ്യം ഇങ്ങനെ പറയുള്ളൂ. തെളിവെന്റെ കിട്ടുമല്ലോ, അപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. എന്നെ ഒന്നും ചെയ്യരുത്. ചെയ്യാനല്ല, ഞാൻ ഇവിടെ നിന്ന് മൊത്തം കാണട്ടെ. നീ എന്നാണ് സിനിമ കാണാനിരിക്കുന്ന പോലെ കസേര ഇട്ടിരുന്ന് കാണുന്നത്? എടി, അതിൻ്റെ അകത്ത് ഒന്നുമില്ല. ഞാൻ നോക്കട്ടെ. അച്ഛൻ പിഴച്ചു പോയി മോളെ. ഹലോ, ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. വെച്ചോ. കണ്ടോ മനുഷ്യ, എല്ലാരും വിളിച്ചോണ്ടിരിക്കോ. എന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ എടുക്കുന്നില്ല. അറിയാത്ത കാര്യത്തിന്റെ കോൾ എടുക്കേണ്ട കാര്യമില്ലല്ലോ. മിണ്ടി പോരുത്. ആ ഏരിയ കൂടെ പോലും ഞാൻ പോയിട്ടില്ല. നിങ്ങൾ ടി വിയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ചാനലുകാര് കാട്ടിക്കൂട്ടത് ഒന്ന് പറ കുഞ്ഞുങ്ങളെ, എന്തോരം ബോണ്ടാ ഞാൻ മാറ്റോണ്ട് തരുന്ന.